അവൻ എപ്പോഴും ഭക്ഷണം കഴിച്ചാൽ ഉടനെ കക്കൂസെ പോകണം. അതുകൊണ്ട് വയറ്റിലൊന്നും പിടിക്കുകയില്ല. ആ രോഗവും മാറി. 4 ഞായറാഴ്ച അവൻ വന്നു വചനം കേട്ടു. അവിടെയുള്ള പ്രാർത്ഥനാ ശുശ്രൂഷയിൽ സംബന്ധിച്ചു. മദ്യപാനം, ഒരുപക്ഷെ മദ്യപാനം എന്ന പാപം, മദ്യപാന ആസക്തിക്ക് അടിമപ്പെട്ട് ഒരു പൈശാചിക പീഡ കൂടെ ഉണ്ടായിക്കാണും. അപ്പൊ മദ്യപാനത്തിന്റെ പൈശാചിക പീഡ പോയി, മദ്യപാനവും മാറി, പുകവലി മാറി, അല്ലെങ്കിൽ പുകവലിയുടെ പൈശാചിക പീഡ മാറിക്കാണും. ഏതെങ്കിലും പാപം നമ്മൾ ആവർത്തിച്ച് ചെയ്യുമ്പോ ആ പാപമുള്ളിടത്ത് ബന്ധപ്പെട്ട പൈശാചിക പീഡ വന്നു വസിക്കും. അതുകൊണ്ട് പിന്നെ നിർത്താൻ പറ്റുകയില്ല. മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റുകയില്ല. പുകവലി നിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റുകയില്ല. അപ്പോ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ പൈശാചിക പീഡ പുറത്തു പോകും. യേശുവിന്റെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്നവരിലെ പൈശാചിക പീഡ ഉണ്ടെങ്കിൽ അത് വിട്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-17 ഇങ്ങനെ പറയുന്നുണ്ട്. സായാഹ്നമായപ്പോൾ അനേകം പിശാചിബാധിതരെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. ആ ഭാഗം വായിക്കാൻ തന്നെ എനിക്ക് ലജ്ജയായിരുന്നു. ഇത്രമാത്രം പിശാചിബാധയുണ്ടോ, ഇത്രമാത്രം പിശാചിബാധയുണ്ടോ എന്നൊരു ചിന്ത എന്റെ മനസ്സിൽ കൂടെ പോകുമായിരുന്നു. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഞാൻ മാറ്റി പറയുമായിരുന്നു, അനേകം രോഗികളെ കൊണ്ടുവന്ന് പറയുമായിരുന്നു ഞാൻ. എന്നാൽ ഈ പിശാചിബാധ എന്ന് പറഞ്ഞത് വളരെ കോമണാണ്. ഞാൻ ആദ്യം പറഞ്ഞു, പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴേ തൂക്കം തുടങ്ങും, വായിക്കോട്ട വരാൻ തുടങ്ങും, ശരീരമൊക്കെ പിരിയുന്നു, ക്ഷീണം, ഒന്ന് ചാരി ഇരിക്കണം തോന്നും, ഒന്ന് പോയി കിടക്കണമെന്ന് തോന്നും. ഞായറാഴ്ച പള്ളി പോകാറാകുമ്പോഴത്തേക്ക് ക്ഷീണം, ഒന്ന് പോയി ഒന്ന് കിടന്നു നോക്കട്ടെ. ഈ പൈശാചിക പീഡ ഇല്ലാത്തവരില്ല, തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും ഉണ്ട്. പക്ഷേ പിശാചിന്റെ മേൽ അധികാരവും ദൈവം തരികയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സായാഹ്നമായപ്പോൾ അനേകം പിശാചിബാധിതരെ അവർ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വചനം കൊണ്ട് പിശാചുകളെ പുറത്താക്കിയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. യേശുവിന്റെ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൈശാചിക പീഡ വിട്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. സാധാരണ താമസിച്ചുള്ള ധ്യാനത്തിന് ധ്യാനമന്ദിരങ്ങളിൽ വരുമ്പോൾ ഒരു പ്രത്യേകത കാണാറുണ്ട്. ആദ്യത്തെ 2 ദിവസം പലർക്കും ഒരു പീഡ ഉണ്ടാകാറുണ്ട്. എങ്ങനെയെങ്കിലും മതിലിയാടി ഇവിടുന്ന് പോകണം. അതിങ്ങനെ അവസരം പാത്ത് നോക്കി നടക്കും. മുരിക്കൂര് വന്നാൽ വളരെ വിഷമാണ് പോകാൻ. കാരണം 4 വശവും മതിൽ കെട്ടിയിരിക്കുന്നു. ഒരു പല സ്ഥലത്തായിട്ട് നമ്മള് സെക്യൂരിറ്റി നിൽപ്പുണ്ട്. സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഒരു ബ്ലേഡ് പോലും അവരുടെ ഇല്ല. സെക്യൂരിറ്റി കണ്ടാൽ പട്ടാള മോഡലില്ല നിൽക്കുന്നെങ്കിലും അവരുടെ ഒന്നും ഇല്ല. അവർ വരുന്നവർക്കൊരു പേടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ സെക്യൂരിറ്റി നിൽപ്പുണ്ട്. മതിൽ ചാടി പോകാൻ സാധാരണ ബുദ്ധിമുട്ടാണ്. 1-2 പേരൊക്കെ എങ്ങനെയെങ്കിലും ചാടി പോയിട്ടുമുണ്ട് വല്ലപ്പോഴൊക്കെ. പ്രൈസ് ദി ലോർഡ്. അപ്പോ 1-2 ദിവസം നല്ല ഒരു പ്രലോഭനം പലർക്കും ഉണ്ടാകാറുണ്ട്. എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടണം. എന്തെങ്കിലും നുണ പറഞ്ഞു വരും. അയ്യോ അമ്മച്ചിക്ക് സൂക്കോട് കൂടായിട്ട് കിടക്കുകയാണ്, ഇപ്പൊ ഞാൻ ചെന്നില്ല, കുഴപ്പമാണ്, ഒരു ഗവൺമെന്റ് ഓഫീസിൽ ചെന്ന് ഒപ്പിടണം. നുണയാന്ന് നമുക്ക് പൂർണ്ണമായിട്ട് അറിയാം. ഇത് ഉണ്ടെങ്കിൽ നേരത്തെ ഇങ്ങനെ വരികയില്ല. എങ്ങനെയെങ്കിലും ആരെങ്കിലും നിർബന്ധിച്ചു കൂട്ടി കൊണ്ടിരുന്നാണ്. എന്നിട്ട് പിന്നെ ഇവർ 2 ദിവസം ആലോചിച്ചാണ് ഒരു നുണ കണ്ടുപിടിക്കുന്നത്. അപ്പം ആരും സാധാരണ അവരെ വിടാറില്ല. ഇപ്പൊ പനക്കലച്ചന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ നീ അച്ഛൻ്റെ അടുത്തല്ല ആരോട് ചെല്ലുമ്പോൾ കാണുകയല്ല, തട്ടി ഇങ്ങനെ കളയും. പ്രൈസ് ദി ലോർഡ്. 2-ാം ദിവസം കുമ്പസാരം കഴിയുമ്പോ പലരുടെയും പൈശാചിക പീഡ വിട്ടുപോകും. പ്രൈസ് ദി ലോർഡ്. പിന്നെ അവർ പോണം എന്നങ്ങനെ പറയല. കുമ്പസാരത്തിന് അങ്ങനെ ഒരു ശക്തിയുണ്ട്. കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ ഏതെങ്കിലും പൈശാചിക പീഡ ഉള്ളത് വിട്ടുപോകും. അത് കാരണം യേശു ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് ശിഷ്യന്മാർക്ക് ആദ്യം കൊടുത്ത ഒരു അധികാരമാണ്. യോഹന്നാന്റെ 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ശിഷ്യന്മാര് വാതിലും ജനലൊക്കെ അടച്ച് അങ്ങനെ യഹൂദന്മാരെ ഭയന്നങ്ങനെ ഒളിച്ചു കഴിയുമ്പോ ഈശോ വാതിലും ജനലും തുറക്കാതെ അകത്തോട്ട് കയറിച്ചു. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ശരീരത്തിന് അങ്ങനെ ഒരു ശക്തിയുണ്ട്. നമ്മൾ ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്കും അങ്ങനെ പോകാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മരിച്ച് ലോകാവസാനത്തിൽ നമ്മുടെ ആത്മാവ് ശരീരത്തോട് ചേരുകയല്ലേ. ആ ഉയർപ്പിക്കപ്പെട്ട ശരീരത്തിന് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. മതിലും ഒന്നും പ്രശ്നമല്ല. പ്രൈസ് ദി ലോർഡ്. ഈശോ ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് അവരുടെ മേൽ ഊതി. എന്നിട്ട് ഈശോ പറഞ്ഞു, യോഹന്നാൻ 20:23, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടും, ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെടും. Whosoever sins you forgive, it will be forgiven. ദൈവത്തിനുള്ള അധികാരമാണ് പാപം ക്ഷമിക്കുക.
ദൈവം തന്റെ പുത്രനായ യേശുവിന് അധികാരം കൊടുത്തിട്ടുണ്ട്. യേശു സഭയ്ക്ക് നൽകി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പിന്നെ ഞാൻ നേരിട്ട് കുമ്പസാരിച്ചോളാം എന്ന് പറഞ്ഞിരുന്നാൽ ശരിയാവോ? നേരിട്ട് പാപം ഏറ്റു പറയണം. അതെപ്പോ പാപം വന്നാലും പറയണം. എന്നാൽ കർത്താവ് സഭയെ നിയമിച്ചിട്ടുണ്ട്. ആ സഭയുടെ മുമ്പിൽ ഏറ്റു പറയണം. അതുകൊണ്ട് കുറഞ്ഞിരിക്കുന്നത് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയിൽ വന്നിരിക്കുന്ന പലർക്കും കൊല്ലത്തിലൊരു കുമ്പസാരം കൂടി ഇല്ലാതായിരിക്കും. അപ്പൊ പ്രൈസ് ദി ലോർഡ്. അവരെന്തെങ്കിലും വകുപ്പ് പറഞ്ഞ് സാധാ പറഞ്ഞ് നാട്ടിൽ പോകുമ്പോഴാണ് കുമ്പസാരം. പിന്നെ മലയാളി അച്ഛനില്ല. ഇപ്പൊ ഇംഗ്ലീഷ് അച്ഛനോട് പറഞ്ഞ അച്ഛന് മനസ്സിലാകില്ല. മലയാളി അച്ഛൻ വരുമ്പോൾ മലയാളി അച്ഛൻ എന്ത് ഓർക്കും? അതുകൊണ്ട് പിന്നെ വേറെ അവസരത്തിലാകട്ടെ. ഉപദേശം എല്ലാം കൊടുക്കുന്ന സാധാരണ തലയ്ക്കകത്ത് കയറിയിരുന്ന അവന്റെ ഉപദേശം. അതുകൊണ്ട് കുമ്പസാരമൊക്കെ നീട്ടി പോവുക. കുമ്പസാരം എന്ന കൂദാശയുടെ ആശീർവാദം വഴി പൈശാചിക പീഠം വിട്ടുപോകും. ആന്തരിക സൗഖ്യം കിട്ടും, പരിശുദ്ധാത്മ അഭിഷേകവും കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലം ഒരിക്കല് ഞാൻ സാധാരണ മലയാളം സ്റ്റേജില് മുരിങ്ങൂര് കയറുന്ന 3-ാം ദിവസമാണ് കുമ്പസാരം കഴിഞ്ഞുള്ള ദിവസം. ഒരു ദിവസം കുമ്പസാര ദിവസം ഞായറാഴ്ച തുടങ്ങുന്നു, തിങ്കൾ ചൊവ്വ കുമ്പസാര ദിവസം. ഞാൻ സാധാരണ സ്റ്റേജിൽ കയറുന്നത് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയാണ്. അപ്പോ ചൊവ്വാഴ്ച ദിവസം കുമ്പസാര ദിവസം കഴിഞ്ഞ ഒരു ദിവസം എനിക്ക് കയറേണ്ടി വന്നു. അന്ന് പനക്കലച്ഛൻ അവിടെ ഇല്ലായിരുന്നു. അപ്പം ഞാൻ കയറേണ്ടി വന്നു. അപ്പൊ ഞാൻ വൈകുന്നേരം 7 മണിക്ക് കുർബാന ചെല്ലാനായിട്ട് നിൽക്കുകയാണ്. കുപ്പായിട്ട്. അപ്പം 12,000 പേരുണ്ട് മലയാളം കോളില്. ഞാനിങ്ങനെ കണ്ണടച്ച് നിന്നപ്പോ എന്റെ ഉള്ളിൽ ഒരാൾ പറയുന്ന പോലെ ഇങ്ങനെ തോന്നി, ഇന്ന് കുമ്പസാര ദിവസമല്ലേ, കുമ്പസാരം കഴിഞ്ഞ് ആർക്കെങ്കിലും രോഗശാന്തി കിട്ടിക്കാണും ഒന്ന് ചോദിക്കാനായിട്ട് എന്റെ ഉള്ളിൽ പറയുന്നത് പോലെ. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, ഇന്ന് കുമ്പസാരം കഴിഞ്ഞ ഉടനെ തന്നെ ആർക്കെങ്കിലും രോഗം സുഖപ്പെടുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കാൻ പറഞ്ഞു. കൈപൊക്കി ഒരു എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അവരൊരു സ്റ്റേജിലോട്ട് വരാൻ പറഞ്ഞു. 28 പേരുണ്ടായിരുന്നു അന്ന്. ആ കുമ്പസാരം കഴിഞ്ഞപ്പോ രോഗശാന്തി കിട്ടിയവര്. 12 കൊല്ലമായ രോഗം സുഖപ്പെട്ടു, 6 കൊല്ലമായ വേദന വിട്ടുമാറി എന്നൊക്കെ പറഞ്ഞു. കൂട്ടത്തില് ഒരു ആന്ധ്രയിൽ നിന്ന് വന്ന ഒരു മലയാളിയായ മുസ്ലിം ഉണ്ടായിരുന്നു. 1 കൊല്ലം മുമ്പ് അദ്ദേഹം ആന്ധ്രയിൽ വെച്ച് മാമുദിസ സ്വീകരിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ പേര് ഖാലിദ് എന്നാണ്. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ 1 കൊല്ലം മുമ്പ് ക്രിസ്ത്യാനിയായ ആളാണ്, ഖാലിദ് എന്നാണ് എന്റെ പേര്. എനിക്ക് 6 മാസമായിട്ട് എന്റെ കാലിൽ ഉണങ്ങാത്ത വ്രണമുണ്ടായിരുന്നു, അൺഹീൽഡ് വൂണ്ട് ഇൻ ദ ഫുട്ട്. ഇന്ന് കുമ്പസാരം കഴിഞ്ഞപ്പോ അത് ഉണങ്ങിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മരിച്ച വിശ്വാസികളോട് എനിക്കതൊന്ന് കൈയടിച്ച്, മരിച്ച വിശ്വാസികളെ പോലെ എനിക്കതൊന്ന് കൈയടിച്ച്. പ്രൈസ് ദി ലോർഡ്. ആ ഖാലിദിന്റെ കാലിലെ ഉണങ്ങാത്ത വ്രണം കുമ്പസാരം കഴിഞ്ഞപ്പോ സുഖപ്പെട്ടു. അപ്പോ അത് വേറൊരു സ്ത്രീ പറഞ്ഞു, ഞാനും ഇങ്ങനെ ക്രിസ്ത്യാനിയായൊരു മുസ്ലിമാണ്, എനിക്ക് സാമ്പത്തിക തകർച്ചയും പട്ടിണിയുമാണ് ആയത്, രോഗവുമില്ല, ശരീരം മുഴുവൻ വേദനയാണ്. അവളും പറഞ്ഞു 6-7 മാസമായിട്ട് ശരീരം മുഴുവനുള്ള വേദനയായിരുന്നു. ഇന്ന് കുമ്പസാരം കഴിഞ്ഞപ്പോ ആ വേദനയെല്ലാം വിട്ടുമാറി. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. അപ്പൊ കുമ്പസാരം എന്ന കൂദാശ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടുമെന്ന് അപ്പസ്തോലന്മാരോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ മോചിക്കാതിരിക്കുന്നുവോ അവ മോചിക്കാതിരിക്കപ്പെടും. നേരത്തെ ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ ഈ ഗർഭഛിദ്രം എന്ന പാപം ചെയ്തവർക്ക് സാധാരണ വൈദികർക്ക് പാപമോചനം കൊടുക്കാൻ അനുവാദമില്ലായിരുന്നു. മെത്രാന്റെ അടുത്ത് പോകാൻ പറയും. അതിന്റെ ഗൗരവം കാണിക്കാനായിരിക്കാം സഭ എങ്ങനെ നിയന്ത്രണം വെച്ചിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് മെത്രാന്റെ അടുത്ത് പോയാൽ 6 കോടി ആൾക്കാർ കൊണ്ടുവരും. 1 കൊല്ലം 6 കോടി ഗർഭഛിദ്ര നടക്കുന്നത്. 12 കോടി മാതാപിതാക്കന്മാരെ കുമ്പസാരിക്കാനായിട്ട് നേരിട്ട് മെത്രാന്റെ അടുത്ത് തന്നെ കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 12 കോടി ദമ്പതികള് 6 കോടി കുഞ്ഞുങ്ങളെ ഓരോ കൊല്ലവും ഗർഭത്തിലിട്ട് കൊല്ലുന്നുണ്ട്. അങ്ങനെയുള്ള പാപം വർദ്ധിച്ചാണ് ഇന്ന് എയ്ഡ്സ് രോഗവും പിന്നെ ഡിവോഴ്സും എല്ലാ തിന്മയും ഇന്ന് രാജ്യത്ത് മുഴുവൻ പകർന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ പാപം വർദ്ധിക്കുന്തോറും രാജ്യത്തിന്റെ ആത്മീയത നശിച്ചു പോകും. യേശുവിന്റെ സാന്നിധ്യത്തിലും യേശുവിന്റെ വചനത്തിന്റെ